എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് സ്വാഗതം. അപ്പോൾ ചന്ദ്ര രേവതിയെ ചീത്ത പറഞ്ഞൊക്കെ പോയിരിക്കുവാണ്, പൂക്കടയെ ചൊല്ലിയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാത്തതിനെ ചൊല്ലിയൊക്കെ. അപ്പോഴാണ് നമ്മുടെ അച്ഛൻ വരുന്നത്. അച്ഛൻ വരുമ്പോഴേക്ക് രേവതി പറയും, ഞാനിപ്പോൾ വന്ന് ചായ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, വേണ്ട മോളെ, നീ പണിയൊക്കെ തീർത്ത് പയ്യെ വന്നാൽ മതി എന്ന് പറഞ്ഞ് അച്ഛൻ പോകും. അപ്പോൾ നേരത്തെ നമ്മുടെ രേവതിയോട് സംസാരിച്ച ആ ചേച്ചിയില്ലേ, ആ ചേച്ചി വന്ന് ചോദിക്കും, ഇതാണ് രേവതി, നിൻ്റെ അമ്മായിയമ്മ നിന്നെ തലയിൽ വെച്ചാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞതെന്ന്. അപ്പോൾ രേവതി പറയും, ഇല്ല, ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് അമ്മ ഇത്ര ദേഷ്യപ്പെട്ടത്, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ചേച്ചി പറയും, എനിക്കെല്ലാം മനസ്സിലായി, നീ ഇനി കൂടുതൽ കള്ളങ്ങളൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട രേവതി എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ട് അച്ഛനും അവിടെ നിൽപ്പുണ്ടാവും. അത് കഴിഞ്ഞ് അച്ഛൻ വീട്ടിലോട്ട് പോകുമ്പോൾ ചന്ദ്ര അവിടെ സോഫയിൽ അങ്ങനെ ഇരിക്കുവാണ്, ദേഷ്യം വന്ന്. ചന്ദ്രയെ കണ്ടതും രവി ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ചന്ദ്ര ചോദിക്കും, നിങ്ങളെന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ രവി പറയും, ചില വിചിത്ര ജീവികളെ കാണുമ്പോൾ ഇങ്ങനെ നോക്കണമല്ലോ, നീ എന്തിനാണ് രേവതി എപ്പോഴും ഇങ്ങനെ ചീത്ത പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, അത് പിന്നെ അവൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾക്കൊക്കെ വിശക്കില്ലേ എന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, നിനക്ക് വേറെ രണ്ട് മരുമക്കളില്ലേ, അല്ലെങ്കിൽ നിനക്ക് കയറി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ചന്ദ്ര പറയും, പിന്നെ അവരൊക്കെ വലിയ വീട്ടിലെ പിള്ളേരാ, രേവതി അങ്ങനെയാണോ, കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവളാന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയും. അപ്പോൾ അച്ഛൻ പറയും, ഇന്ന് കടയിൽ വന്നൊരു പെണ്ണ് ഇങ്ങനെ താലിമാലയെ പറ്റിയൊക്കെ ചോദിച്ചു, എന്താ മഞ്ഞച്ചരടിട്ട് നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ രേവതി പറഞ്ഞ എന്താണെന്നറിയോ. അപ്പോൾ ചന്ദ്ര പറയും, എന്നെപ്പറ്റി അവൾ ഉള്ളാണ്ട കുറ്റം മൊത്തം പറഞ്ഞിട്ടുണ്ടാവുമെന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, അതിന് ചന്ദ്രയല്ല രേവതി, അവൾ പറഞ്ഞു മാല ശരിയാക്കാൻ കൊടുത്തേക്കുവാണ്, കണ്ണി വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, അത് നിങ്ങളെ അവൾ ഒളിഞ്ഞു നിന്ന് കണ്ടിട്ടുണ്ടാവും, അപ്പോൾ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി അവൾ ആ കള്ളം പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് രേവതിയെ പിന്നെയും കുറ്റമാണ്. വലിയ വീട്ടിലെ ശ്രുതിക്കും വർഷക്കും പോലും അഹങ്കാരമില്ല, ഈ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത രേവതിക്ക് എന്ത് അഹങ്കാരമാണ്, അവൾ എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ചീത്ത പറയുവാണ്. ഇതൊക്കെ കേട്ട് രേവതി വരും. രേവതി വരുമ്പോൾ പറയും, നിങ്ങൾ എന്നോട് പെരുമാറുന്നത് പോലെ അവരോട് പെരുമാറി നോക്ക്, അവർ നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പും, അവരുടെ കയ്യിൽ നിന്ന് വല്ലതും തടയുമെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അവരെ സോപ്പിട്ടിങ്ങനെ നിൽക്കുന്നത്, അങ്ങനെ തന്നെ നിന്നോ എന്നൊക്കെ പറഞ്ഞ് രേവതി പ്രതികരിക്കുക. ഏതായാലും ബാക്കി സീരിയലിലെ പെണ്ണുങ്ങളെ പോലെ രേവതി അങ്ങനെ മിണ്ടാണ്ടൊന്നും നിൽക്കുന്നില്ല. ചന്ദ്രയ്ക്ക് നല്ല മറുപടി തന്നെ രേവതി കൊടുക്കുന്നുണ്ട്. രേവതി പറയുവാണ്, ഞങ്ങൾക്ക് പൈസ കുറവാണ്, പക്ഷെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവരൊന്നല്ല, പാവപ്പെട്ടവരാണെന്ന് കരുതി ഞങ്ങൾ ആത്മാഭിമാനം പണയം വെക്കുന്നവരുമല്ല, ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ജീവിച്ചവരാണ് എന്നൊക്കെ പറഞ്ഞ് രേവതി പറയുവാണ്. അപ്പം അച്ഛൻ പറയും, ചന്ദ്ര അവളുടെ സ്വർണ്ണം അങ്ങോട്ട് കൊടുക്കുമെന്ന് പറയുമ്പോൾ രേവതി പറയും, വേണ്ടച്ച, എനിക്ക് എൻ്റെ താലിമാല എൻ്റെ സച്ചിയേട്ടൻ മേടിച്ചു തരും എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി ഇതൊക്കെ കേട്ട് അവിടെ നിൽപ്പുണ്ട്. സച്ചി വരുമ്പോഴേക്കും അമ്മ പറയും, പിന്നെ ഇവൻ്റെ ഡ്രൈവർ ജോലിയും വെച്ച് നിനക്ക് ഇപ്പം തന്നെ മേടിച്ചു തരും, 60 വയസ്സായാലും നിനക്ക് ഒന്നും അവൻ മേടിച്ചു തരാൻ പോണില്ല, വേണമെങ്കിൽ ആ സ്വർണ്ണം എടുത്തിടുന്നു പറയും. അപ്പോൾ രേവതി പറയും, നല്ല അന്തസ്സായിട്ട് എൻ്റെ സച്ചിയേട്ടൻ പറഞ്ഞതാണ്, വേണമെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് മാല മേടിച്ചു തരും, ഡ്രൈവർ ജോലി അത്ര മോശം ജോലിയൊന്നല്ല എന്ന് പറഞ്ഞാൽ നല്ലോണം ചന്ദ്രക്ക് നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് രേവതി. ഏതായാലും രേവതിക്ക് സച്ചിയെയും സച്ചിക്ക് രേവതിയെയും നല്ല കാര്യമാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. ഇതൊക്കെ കേട്ട് അച്ഛനും ഇരിപ്പുണ്ട്. ഏതായാലും അച്ഛനൊന്ന് പ്രതികരിച്ച് കണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. എന്നിട്ട് സച്ചി പറയും, വാ രേവതി, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും ഉണ്ടാക്കിത്താന്ന് പറഞ്ഞ് രേവതിയും വിളിച്ച് അടുക്കളയിലോട്ട് പോകുവാണ്. രേവതി ശരിക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പൂക്കടയിൽ പോയത്. അപ്പോൾ ചന്ദ്ര പറയും, എന്നോട് എന്താ ഇവൾ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളൊന്നും പറയാത്തെന്ന് പറയുമ്പോൾ രവിച്ചേട്ടൻ പറയും, നിനക്ക് അടുക്കളയിൽ കയറി പാത്രങ്ങളൊന്ന് തുറന്ന് നോക്കാമല്ലോ, നിനക്കാകെ രേവതി കുറ്റം പറയാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നീ വെറുതെ കളയില്ല, അതുകൊണ്ടല്ലേ നീ അവിടെ പോയി നോക്കിയത്, അടുക്കളയിൽ കയറിയിരുന്നെങ്കിൽ നീ അതൊക്കെ അറിയുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ സംഭാഷണം അവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഈ സച്ചിക്കൊക്കെ ഒരു ചിട്ടിയുണ്ട്. ആ ചിട്ടീൻ്റെ സച്ചി ഒരിക്കലും പൈസയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്രാവശ്യം രേവതി ഇങ്ങനെ മഞ്ഞച്ചരടിൻ്റെ എൻ്റെ സച്ചിയേട്ടൻ മാല മേടിച്ച് തരും എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോഴേക്കും സച്ചിക്കൊരു വിഷമം. അപ്പോൾ കൂട്ടുകാരൊക്കെ കൂടി പറയും, എടാ ഇപ്രാവശ്യത്തെ ചിട്ടി നീ എടുത്തോ, ഞങ്ങൾക്കും ആവശ്യങ്ങളുണ്ട്, പക്ഷേ നീ ഇതുവരെ ഇങ്ങനെ എടുത്തിട്ടില്ലല്ലോ, എപ്പോഴും ബാക്കിയുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയല്ലേ, ഇപ്രാവശ്യം നീ എടുത്തോ ചിട്ടി എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൊക്കെ കൂടി ഇപ്രാവശ്യത്തെ ചിട്ടി സച്ചിക്ക് കൊടുക്കുവാണ്. സച്ചി ആ ക്യാഷും കൊണ്ട് എന്നിട്ട് മാല എടുക്കുവാൻ പോകുവാണ്. പിന്നെ കാണിക്കുന്നത് സുധിയാണ്. ഹോട്ടലിൽ 2 കസ്റ്റമേഴ്സ് വരും, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പോൾ സുധി അവരുടെ അടുത്ത് ഓർഡർ എടുക്കാൻ പോകുമ്പോൾ അവർ ചോദിക്കും, ഇന്നെന്താ സ്പെഷ്യലായിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ സുധി പറയും, ഗിരിദോശ ഉണ്ടെന്ന് പറയും. അപ്പോൾ അത് മതി എന്ന് പറയുമ്പോഴേക്കും സുധി അത് ഓക്കെ ചേട്ടാ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോകുവാണ്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയും, ചേട്ടാ നിങ്ങൾ ഓർഡർ ചെയ്ത ഗിരിദോശ ഇല്ല എന്ന് പറയുമ്പോഴേക്കും ഇവർക്ക് ദേഷ്യം വരും. താൻ എന്തൊരു മെനു എടുക്കാൻ വന്ന ആളാടോ, തനിക്ക് ജോലി ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് സുധിയെ ചീത്ത പറയുവാണ്. എന്നിട്ട് അതവിടെ ഒരു പ്രശ്നമാവും. സുധിക്കാണെങ്കിൽ എടോ പോടോ എന്നൊക്കെ വിളിക്കുമ്പോൾ
ദേഷ്യം വരും. അപ്പോൾ പറയും എന്നെ എടോ പോടോന്നൊന്നും വിളിക്കരുതെന്ന് പറയുമ്പോൾ വന്നവർക്കും ദേഷ്യം വരും. മര്യാദക്ക് ജോലി ചെയ്യാനും അറിയില്ല, അവനെ എടാ പോടാന്നൊന്നും വിളിക്കാനും പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഓണർ വന്ന് ആ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യിക്കും. എന്നിട്ട് ശ്രുതിയെ പറഞ്ഞു വിടും. എന്നിട്ട് ഓണർ പറയും നിങ്ങൾക്ക് വേണ്ട ഗിരിദോഷ് ഇപ്പം ഉണ്ടാക്കി തരാം, അത് പുതിയ പയ്യനാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് സമാധാനിപ്പിക്കും. അതിനുശേഷം കാണിക്കുന്നത് ശ്രുതിയെയാണ്. ശ്രുതിയെ വിളിച്ച് രാവിലെ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ, അപ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിക്കുമെന്ന് പറയുമ്പോൾ ശ്രുതി പറയുവാണ്, ആ ഞാൻ നിൽക്കുന്നത് തന്നെ ഒരു ഹോട്ടലല്ലേ എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കും, എന്താ? അപ്പോൾ ശ്രുതി പറയും, അല്ല ഇവിടെ നിന്ന് നോക്കിയാലൊരു ഹോട്ടൽ കാണാം, അവിടെ പോയി കഴിക്കാം, ഞാനിപ്പോൾ ഒരു ഫയൽ തപ്പുന്ന തിരക്കിലാണ്, നീ പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നീട് നമ്മുടെ സച്ചി വളരെയധികം സന്തോഷത്തോടു കൂടി വീട്ടിലോട്ട് വരികയാണ്. എന്നിട്ട് എല്ലാവരെയും, അച്ഛനെയും ചന്ദ്രയെയും ശ്രീകാന്തിനെയും ശ്രുതിയെയും എല്ലാവരെയും വിളിച്ച് ഹോളിലിരുത്തും. രേവതിയെയും വിളിക്കും. എന്നിട്ട് പറയും, അന്ന് രേവതി ഒരു ശപഥം എടുത്തില്ലേ, അവളുടെ ഭർത്താവ് കൊണ്ട് തന്നെ മാലയെ നീടുള്ളൂ, നിങ്ങളുടെ സ്വർണ്ണമൊന്നും വേണ്ട എന്ന് പറഞ്ഞെന്ന്. അപ്പോൾ ചന്ദ്ര പറയും, അങ്ങനെയൊക്കെ പറഞ്ഞു, നിന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല എന്ന് പറയാനാണോ ഇപ്പോൾ വന്നിരിക്കുന്നതൊക്കെ ചന്ദ്ര കളിയാക്കുവാണ്. അപ്പോൾ സച്ചി പറയും, ഒറ്റത്തന്തൊക്കെ പിറന്ന മകനാണ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാണ്, ഞാൻ മാല എൻ്റെ ഭാര്യയ്ക്ക് മേടിച്ച് കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ എന്തായാലും രേവതി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സച്ചി ആ മാല കാണിക്കും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. എല്ലാവർക്കും